നമസ്കാരം. നമ്മുടെ റോട്ടിൽ വാഹനങ്ങളുമായി പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണുള്ളത്. പകുതി പ്രശ്നം ഒരു 50% റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതും റോഡിന്റെ ശോചനീയാവസ്ഥ കൊണ്ട് തന്നെയാണ്. വാഹനങ്ങൾ പെരുകി, റോഡുകൾ പെരുകുന്നില്ല. ഇതാണ് യഥാർത്ഥ പ്രശ്നം. NH കൂടി ഒന്നും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേക പാത ഒരുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അപകടങ്ങൾ കുറയുള്ളൂ. 10,000-കണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ റോഡിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 15 വർഷത്തേക്ക് റോഡ് ടാക്സ് കൊടുത്ത് ഇറക്കുന്ന വാഹനങ്ങളൊക്കെ തന്നെ, ആ വാഹനങ്ങളിലൊക്കെ തന്നെ എങ്ങനെ റോഡിൽ ഇറക്കും എന്നാണ് ആലോചിക്കുന്നത്. നമ്മുടെ ജീവൻ എപ്പോ വേണമെങ്കിലും പൊലിയാം. ഇതാണ് അവസ്ഥ. ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരു റോഡുകളായി നമ്മുടെ ഗ്രാമപ്രദേശത്തും മറ്റുള്ള റോഡുകളൊക്കെ തന്നെ പ്രശ്നങ്ങളാണ്. ഒന്ന് കുണ്ടും കുഴിയാണ് റോഡുകളുടെ അവസ്ഥ. മറിച്ച് NH-ലാണെങ്കിൽ വാഹനങ്ങൾ പെരുകിക്കൊണ്ട് ബ്ലോക്കും മറ്റുള്ള കാര്യങ്ങളായിട്ട് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വാഹനങ്ങൾ പെരുകിക്കൊണ്ട് നമ്മൾ നാളെ നമ്മുടെ ജീവൻ പൊലിയാതിരിക്കാനായിട്ട് നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മൾ തന്നെ നമ്മളെ കുറച്ച് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വാഹനാപകടങ്ങൾ കുറക്കാം. 50% റോഡുകളുടെ ശോചനീയാവസ്ഥയും 50% മണ്ണുണ്ണികളായ ഡ്രൈവർമാരുടെ പ്രശ്നം തന്നെയാണ്. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ 1-2 നിർദ്ദേശങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, വാഹനാപകടം നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ വളരെ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, റോഡുകളുടെ ശോചനീയാവസ്ഥ നമ്മൾ ചെയ്യേണ്ടല്ല, സർക്കാർ ചെയ്യണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് പരമാവധി വേഗത കുറക്കുക. അതുപോലെ ഗുണനിലവാരമില്ലാത്ത ഡ്രൈവിംഗ് പഠിപ്പിക്കലാണ് ഒരു പ്രശ്നം. ഡ്രൈവിംഗ് സ്കൂളുകൾ പഠിപ്പിക്കുന്ന വെച്ചാൽ അവർക്ക് പൈസ കിട്ടണമെന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. റോഡിൽ ഇറങ്ങാൻ കഴിയാത്ത, അതിന്റെ ഗുണനിലവാരമില്ലാത്ത ഡ്രൈവിംഗ് തന്നെയാണ് ഒരു പ്രശ്നം. ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ തന്നെ എങ്ങനെയെങ്കിലും കാശ് മേടിച്ച് എങ്ങനെയെങ്കിലും ലൈസൻസ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഈ ഒരു വാഹനം ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ റോഡിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല. മുന്നിലിട്ട് ഓടിക്കുന്ന അവസ്ഥ കണ്ടുകഴിയുമ്പോൾ നമുക്കറിയാം വളരെ ശോചനീയ അവസ്ഥയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു നിർദ്ദേശം, വളവില് വേഗത കുറക്കുക എന്നുള്ളതാണ്. വളവിൽ വേഗത കുറക്കുക. വളവിൽ ഒരു കാരണവശാലും ഓവർടേക്കിംഗ് പാടില്ല. വളവിൽ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറയാ. വളവിൽ നിർബന്ധമായും ഓണടിക്കുന്ന, യഥാർത്ഥത്തിൽ ഓണടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, മറ്റു വാഹനങ്ങള് 100% ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ വളവിൽ വണ്ടി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? മറ്റു എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങള് നമ്മൾ ഓണടിക്കുന്നതിന്റെ ഭാഗമായിട്ട് എതിർദിശയിലുള്ള വാഹനങ്ങൾ നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിലും അവർ റോങ് സൈഡ് കയറാതിരിക്കും, അല്ലെങ്കിൽ അവർ ഓണടിക്കും. അതുകൊണ്ട് വളവില് നിർബന്ധമായിട്ടും നമ്മൾ ഓണടിക്കുകയും ഓവർടേക്കിംഗ് ഇല്ലാത്ത രീതിയിലും പരമാവധി വേഗത കുറച്ച് പോയാൽ തന്നെ പകുതി അപകടങ്ങൾ കുറയും. ഇറക്കങ്ങളില് സ്പീഡ് കുറക്കാന്നുള്ള, ഇറക്കം ഉണ്ടെങ്കിൽ പരമാവധി സ്പീഡ് കുറച്ച് പോവുക, ആക്സിലേറ്റർ കൊടുക്കാതെ പരമാവധി. നമുക്കറിയാം, ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ ഒരു തിയറി ഉണ്ട്, ഡ്രൈവിംഗ് തിയറി ഉണ്ട്. യഥാർത്ഥത്തിൽ ഏത് ഗിയറിലാണോ കയറ്റം കയറിയത് ആ ഗിയറിൽ തന്നെ ഇറക്കം ഇറങ്ങണമെന്നാണ് ശരിക്കും ഡ്രൈവിംഗ് അടിസ്ഥാന തത്വം. പക്ഷെ ആരും തന്നെ പാലിക്കപ്പെടുന്നില്ല. ചില കുത്തനായിട്ടുള്ള ഇറക്കം 4 വീലിട്ട് പോലും ഇറക്കേണ്ടി വരും. ബ്രേക്കുമ്പോൾ കാല് തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലൂഡ് തള്ളിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം, ഇറക്കത്ത് പരമാവധി സ്പീഡ് കുറക്കുക എന്നുള്ളതാണ്. വാഹനത്തിന് 8 ബോട്ടിൽ ഓടുന്നതാണ്. പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. 8 ബോട്ടിൽ ഓടുന്ന വാഹനങ്ങളാകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇറക്കങ്ങളിൽ പരമാവധി സ്പീഡ് കുറച്ച് പോകാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ മനസ്സിലുണ്ടായത്. വാഹനത്തിന്റെ മുന്നിലേക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മനുഷ്യരും വരാം, കന്നുകാലികൾ, നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വരാം. മറ്റേ വനത്തിൽ കൂടി ഓടിക്കുന്ന അവസ്ഥയാണെങ്കിൽ വന്യമൃഗങ്ങൾ വരാം. ചാടും വേണമെന്നുണ്ട്, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ സ്പീഡ് പരമാവധി കുറക്കുക എന്നുള്ളത്. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറക്കണം. അത് മാത്രമല്ല, നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യുമ്പോഴേ മറ്റു വാഹനങ്ങളെ മറികടക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളില്ല, നമുക്ക് മറികടക്കാനായിട്ട് 100% യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ വാഹനങ്ങളെ മറികടക്കാനായിട്ട്. മറികടക്കുമ്പോൾ പരമാവധി അടിച്ച് തന്നെ മറികടക്കുക എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ.
എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പരമാവധി വാഹനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ 80 കിലോമീറ്ററും 100 കിലോമീറ്ററും 140 കിലോമീറ്ററൊക്കെയാണ് സ്പീഡിൽ പോണത്. ഒരിക്കലും അങ്ങനെ ഒരു റോഡ് നമ്മുടെ അവസ്ഥയിലില്ല. ശരിക്കും പറഞ്ഞാൽ ടൂ വീലർ ഉൾപ്പെടെയുള്ളവരുടെ വേഗപ്പൂട്ട് അനിവാര്യമാണ് യഥാർത്ഥത്തിൽ. ടൂ വീലറൊക്കെ ഓടിക്കുമ്പോൾ 140 200 കിലോമീറ്ററും 6 ഗിയറും 5 ഗിയറും ഒക്കെ ഇടുമ്പോൾ ആ 5ാമത്തെ ഗിയറും 6ാമത്തെ ഗിയറും ഇടാനുള്ള റോഡ് നമുക്കില്ല. ഇത് തിരിച്ചറിയണം. തിരിച്ചറിയില്ലേ നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. നമ്മളെ എങ്ങനെയൊക്കെ തന്നെ സശ്രദ്ധം വണ്ടി ഓടിച്ചാലും എതിർദിശയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ തന്നെ കയറിയാൽ മതി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ശിവദാസൻ നമ്പ്യാട്ട്, ജനക്ഷേമ സമിതി സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് വൺ സ്ട്രഗിൾ മീഡിയ. ഈ വൺ സ്ട്രഗിൾ മീഡിയയുടെ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു വീഡിയോയും അതുപോലെ തന്നെ PSC കോച്ചിങ്, സൗജന്യ PSC കോച്ചിങ് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ എടുത്തു വരുന്നത്. പരിസ്ഥിതി, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. സാമൂഹ്യ അനീതിക്കെതിരായുള്ള പോരാട്ടമാണ് മുഖമുദ്ര. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവൻ നാളെ വേണമെന്നുണ്ടെങ്കിൽ 50% നിങ്ങൾ ശ്രദ്ധിക്കണം. 50% റോഡിന്റെ പ്രശ്നമാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, താങ്ക് യു.